കഴിഞ്ഞ 3 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ശശി തരൂർ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് അദ്ദേഹം മത്സരിക്കുന്ന 4ാമത്തെ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 3 പ്രാവശ്യവും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ലോകപ്രസിദ്ധനായ നല്ല കഴിവുള്ള ഒരാളെന്ന നിലയിലാണ് ശശി തരൂരിനെ ഇവിടെ നിന്ന് തിരഞ്ഞെടുത്തയച്ചത്. പക്ഷേ ഇത്തവണ അദ്ദേഹം മത്സരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതമായ ബോഡി വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിലും കൂടിയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. നിയമനിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു വസ്തുത, ഇത് രാഷ്ട്രീയ പ്രബുദ്ധരായ ആളുകൾ താമസിക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ്. വിദ്യാസമ്പന്നരായ ആളുകൾ താമസിക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നിയമനിയോജകമണ്ഡലത്തിൽ നമ്മൾ വളരെ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും പാർലമെൻറ്റിൽ മറ്റെല്ലാ പ്രാവശ്യത്തെക്കാളും കൂടുതൽ കോൺഗ്രസ് മുന്നിൽ വരുന്നത്. കാരണം നിയമനിയോജകമണ്ഡലത്തിലെ ആളുകൾ ആഗ്രഹിക്കുന്നത് ഇവിടെ കേന്ദ്രത്തിൽ ഒരു മതേതര ഗവൺമെൻറ് അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. എല്ലാ സമുദായങ്ങളെയും ഒരുപോലെ കാണുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ദുർബല വിഭാഗങ്ങൾക്ക് ഒരുപാട് പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 3 പ്രാവശ്യം കിട്ടിയതിനേക്കാൾ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ശശി തരൂർ ഈ തിരുവനന്തപുരം പാർലമെൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കും. നിയമനിയോജകമണ്ഡലവും ഒരു സംശയവും വേണ്ട വളരെ മുൻപന്തിയിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് ശശി തരൂർ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ജനങ്ങൾ അത്രമാത്രം ശശി തരൂരിന് അനുകൂലമാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ അത് കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് അവർ സഹായിക്കുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. നരേന്ദ്രമോദി കണ്ണുരുട്ടുമ്പോൾ വിറയ്ക്കുന്ന ഇടതുപക്ഷമാണ് കേരളത്തിലുള്ളത്. അവരെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ 2ാം ജോഡോ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നവരാണ് CPIയും CPMും. അപ്പോൾ അവരുടെ മനസ്സിലിരിപ്പ്, ഉള്ളിലിരിപ്പ് എന്താണെന്ന് വളരെ വ്യക്തമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ വരില്ല. അതുപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ വരില്ല. കേന്ദ്രത്തിൽ BJP ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ തന്നെ വിജയിക്കണം. ശശി തരൂരിനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി തിരുവനന്തപുരം പാർലമെൻറ്റിലെ ആളുകൾ ഇനിയും തിരഞ്ഞെടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.